പോലീസ് അടിച്ചമർത്തലുകളിലും സയനിസ്റ്റ് സംഘങ്ങളുടെ ആക്രമണങ്ങളിലും തളരാതെ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലെ പലസ്തീൻ നീതിക്കായുള്ള വിദ്യാർത്ഥി മുന്നേറ്റം ലോകമാകെ പടരുകയാണ്. വിലങ്ങുവെച്ച് വലിച്ചിഴച്ച് പോലീസ് പിടിച്ചുകൊണ്ടുപോകുമ്പോഴും ഉറച്ച ശബ്ദത്തിൽ വിദ്യാർത്ഥികൾ പറയുന്നു, ഗാസയിൽ വെടിയൊച്ചകൾ നിലയ്ക്കും വരെ, ഇസ്രായേൽ വംശഹത്യ അവസാനിപ്പിക്കും വരെ, പലസ്തീൻ സ്വതന്ത്രമാകും വരെ ഈ സമരം അവസാനിക്കുകയില്ല. സമരത്തിന്റെ ഭാഗമായ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ആക്ടിവിസ്റ്റുകളെയും മാധ്യമ പ്രവർത്തകരെയും ഉൾപ്പെടെ 2100-ലേറെ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. കൊളംബിയ യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷൻ കെട്ടിടത്തിനുള്ളിൽ ക്യാമ്പ് ചെയ്തിരുന്ന വിദ്യാർത്ഥികളെ നീക്കം ചെയ്യുന്നതിനിടെ വെടിയുതിർക്കാൻ പോലും പോലീസ് മടിച്ചില്ല. ഏപ്രിൽ 18-ന് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ സമരം അടിച്ചമർത്തിയതിനു ശേഷം കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഉൾപ്പെടെയുള്ള 40 സമരമുഖങ്ങളിലേക്ക് കുറഞ്ഞത് 50 തവണയെങ്കിലും പോലീസ് അറസ്റ്റിനായുള്ള നീക്കം നടത്തിയിട്ടുണ്ടെന്നാണ് അസോസിയേറ്റഡ് പ്രസ് കണ്ടെത്തിയത്. ക്യാമ്പുകൾക്ക് ചുറ്റുമുള്ള ബാരിക്കേഡുകൾ തകർത്ത് വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഫ്ലാഷ് ബാങ്കുകൾ എറിഞ്ഞ് കനത്ത പുക പടർത്തി തീവ്ര വെളിച്ചം വീശുന്ന ടോർച്ചുകളുമായി ഇരച്ചുകയറിയ നൂറുകണക്കിന് പോലീസുകാർ കാലിഫോർണിയ ലോസ് ആഞ്ചലസ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെ നിലത്തെറിഞ്ഞും വലിച്ചിഴച്ചും പിടിച്ചുകൊണ്ടുപോയത് പാതിരാത്രിയും കഴിഞ്ഞാണ്. ഗാസയിലെ ഇസ്രായേൽ വംശഹത്യയിൽ നിന്നും അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ അനധികൃത ഇസ്രായേൽ കുടിയേറ്റത്തിൽ നിന്നും ലാഭം കൊയ്യുന്ന കമ്പനികളുമായുള്ള യൂണിവേഴ്സിറ്റികളുടെ ബന്ധം അവസാനിപ്പിക്കുവാനും ഈ കമ്പനികളിലെ നിക്ഷേപങ്ങൾ പിൻവലിക്കുവാനും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വിദ്യാർത്ഥി മുന്നേറ്റത്തെ ജൂതവിരുദ്ധമെന്നും അക്രമാസക്തമെന്നും ആരോപിച്ചുകൊണ്ട് പോലീസ് അതിക്രമങ്ങളെ പിന്തുണക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. തീവ്ര ഇടതുപക്ഷ ഭ്രാന്തന്മാരാണ് സമരം നയിക്കുന്നതെന്നാണ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും വാദം. വിദ്യാർത്ഥി മുന്നേറ്റത്തെ അടിച്ചമർത്തുന്ന പോലീസ് നടപടികളെ ജോ ബൈഡനെ പോലെ തന്നെ ഡൊണാൾഡ് ട്രംപും പരസ്യമായി പിന്തുണക്കുന്നു. ഗാസയുടെ വേദന തിരിച്ചറിയുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് തങ്ങളെന്നും സമാധാന സമരം നയിക്കുന്ന വിദ്യാർത്ഥികളെ അടിച്ചമർത്തുന്ന പോലീസ് നടപടികളാണ് അക്രമാസക്തമെന്നും വിദ്യാർത്ഥികൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്റ്റോൺ ഗ്രനേഡുകളും ടിയർ ഗ്യാസുകളും വിദ്യാർത്ഥികൾക്ക് നേരെ എറിയുന്ന, വിദ്യാർത്ഥികളെ നിലത്തെറിഞ്ഞ് വലിച്ചിഴയ്ക്കുന്ന പോലീസ് നടപടികളുടെ അനേകം ദൃശ്യങ്ങൾ സത്യമെന്തെന്ന് ലോകത്തോട് വെളിപ്പെടുത്തുന്നു. ഇസ്രായേൽ സർക്കാരിന്റെ നയങ്ങളെ വിമർശിക്കുന്നതും പലസ്തീൻ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നതും ജൂതവിരുദ്ധമെന്ന് മുദ്രകുത്താതിരിക്കാൻ സർവകലാശാലകൾ ശ്രദ്ധിക്കണമെന്നും സമാധാനപരമായ പ്രതിഷേധം അടിച്ചമർത്താൻ അധികാര ദുർവിനിയോഗം നടത്തരുതെന്നും സമ്മേളനത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമുള്ള ജനങ്ങളുടെ അവകാശങ്ങൾ സർവകലാശാലകൾ സംരക്ഷിക്കണമെന്നും ഹ്യൂമൻ റൈറ്റ് വാച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും വിദ്യാർത്ഥി മുന്നേറ്റം അടിച്ചമർത്താനുള്ള പോലീസ് നീക്കങ്ങൾ തുടരുകയാണ്. പലസ്തീൻ ഐക്യദാർഢ്യ റാലികളിലും സമരമുഖങ്ങളിലും മുഴങ്ങിക്കേട്ട ഫ്രം ദ റിവർ ടു ദ സീ പലസ്തീൻ വിൽ ബി ഫ്രീ എന്ന മുദ്രാവാക്യം ജൂതവിരുദ്ധമാണെന്നും ജൂതവംശഹത്യക്കുള്ള ആഹ്വാനമാണെന്നും സമരം നയിക്കുന്ന വിദ്യാർത്ഥികൾ ഹമാസ് പക്ഷക്കാരാണെന്നുമെല്ലാം വിദ്യാർത്ഥി മുന്നേറ്റത്തിനെതിരെ സയനിസ്റ്റ് ഗ്രൂപ്പുകൾ വ്യാപകമായ പ്രചാരണങ്ങൾ നടത്തുകയുണ്ടായി. 1930-കളിൽ ജർമ്മൻ യൂണിവേഴ്സിറ്റികളിൽ സംഭവിച്ചത് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ ആവർത്തിക്കുന്നുവെന്ന് വംശഹത്യക്ക് നേതൃത്വം നൽകുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കുറ്റപ്പെടുത്തി. അമേരിക്കയിലെ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ജൂതരായ വിദ്യാർത്ഥികളും അധ്യാപകരും സുരക്ഷിതരല്ലെന്നും അധിക്ഷേപങ്ങൾക്കും അതിക്രമങ്ങൾക്കും ഇരയാകുന്നുവെന്നും ഇസ്രായേൽ വംശഹത്യയെ പിന്തുണക്കുന്നവർ ആശങ്ക പ്രകടിപ്പിച്ചു. ജൂതവിരുദ്ധതയെ അപലപിച്ചുകൊണ്ട് ജൂതവിരുദ്ധതയ്ക്ക് അമേരിക്കയിലും ക്യാമ്പസുകളിലും ഇടമില്ലെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രസ്താവിച്ചു. ഗാസയിലെ യൂണിവേഴ്സിറ്റികളിൽ എന്ന പോലെ ഹാർവാർഡിലും കൊളംബിയയിലും ഉൾപ്പെടെ ഹമാസ് തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നു എന്നുവരെ ഇസ്രായേൽ പ്രതിനിധി ഐക്യരാഷ്ട്ര സഭയിൽ പറഞ്ഞു. എന്നാൽ കുപ്രചാരണങ്ങളെ തള്ളിക്കളഞ്ഞ വിദ്യാർത്ഥികൾ ജൂതവിരുദ്ധ സമരമല്ല, സയനിസ്റ്റ് വിരുദ്ധ സമരമാണിതെന്ന് സധൈര്യം പ്രഖ്യാപിച്ചു. സമരം നയിക്കുന്ന ക്യാമ്പസുകളിൽ ജൂതരായ വിദ്യാർത്ഥികളും ഫ്രീ പലസ്തീൻ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നുണ്ടെന്ന സത്യം സയനിസ്റ്റ് പ്രൊപ്പഗണ്ടയ്ക്ക് മറച്ചുവെക്കാനാവില്ല. ഹോളോകോസ്റ്റ് വിദ്യാഭ്യാസത്തിൽ വളർന്ന ഇസ്രായേലിലെ യുവതലമുറയിൽ പലർക്കും ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് യുദ്ധമല്ലെന്നും വംശഹത്യയാണെന്നും തിരിച്ചറിയാനും പ്രതികരിക്കാനുമുള്ള ശേഷിയുണ്ട്. ഗാസയിലെ സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ കൊന്നൊടുക്കുന്ന, ഡ്രോണുകൾ വർഷിച്ചും വെടിയുതിർത്തും പട്ടിണിക്കിട്ടും പലസ്തീനിൽ വംശഹത്യ നടപ്പിലാക്കുന്ന സയനിസത്തിനെതിരെ ജൂത വിദ്യാർത്ഥികൾ മുതൽ ബാല്യത്തിൽ ഹോളോകോസ്റ്റിനെ അതിജീവിച്ചവർ വരെ പരസ്യമായി പ്രതികരിക്കുമ്പോഴും ഇസ്രായേൽ സയനിസ്റ്റ് വിമർശനങ്ങളെ വിലക്കുവാനായി ജൂതവിരുദ്ധതയുടെ വ്യാഖ്യാനം വികസിപ്പിക്കാനുള്ള ചർച്ചകളിലാണ് അമേരിക്കൻ ഗവൺമെന്റ്.
സമാധാന സമരം നയിക്കുന്ന വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തും യൂണിവേഴ്സിറ്റികൾക്കകത്തെ ടെന്റുകൾ തകർത്തും പോലീസ് വേട്ട തുടർന്നപ്പോൾ, ക്യാമ്പസുകളിൽ നിന്നും ക്യാമ്പസുകളിലേക്ക് വിദ്യാർത്ഥി മുന്നേറ്റം പടർന്നപ്പോൾ, പോലീസ് അടിച്ചമർത്തലിനോടൊപ്പം തന്നെ ഇസ്രായേൽ അനുകൂലികളിൽ നിന്നുള്ള ആക്രമണങ്ങളും അമേരിക്കൻ വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്നു. ഇസ്രായേൽ പതാകകളുമായി സമരമുഖങ്ങളിലെത്തുന്നവർ പലസ്തീൻ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കുമ്പോഴും ഇസ്ലാമോഫോബിക് പ്രതികരണങ്ങൾ നടത്തുമ്പോഴും വിദ്യാർത്ഥികളെ ക്രൂരമായി ആക്രമിക്കുമ്പോഴും ജൂതവിരുദ്ധ ആശങ്ക പ്രകടിപ്പിക്കുന്നവർ നിശബ്ദരാണ്. കാലിഫോർണിയ ലോസ് ആഞ്ചലസ് യൂണിവേഴ്സിറ്റിയിൽ സമരമുഖത്തെ വിദ്യാർത്ഥികൾക്ക് നേരെ സ്ഫോടക വസ്തുക്കളും കല്ലുകളും എറിഞ്ഞ ഇസ്രായേൽ പക്ഷ അക്രമകാരികൾ വിദ്യാർത്ഥികളെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോഴും വിദ്യാർത്ഥികളുടെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ചപ്പോഴും പോലീസും യൂണിവേഴ്സിറ്റി സെക്യൂരിറ്റിയും നിഷ്ക്രിയരായിരുന്നു. ജൂതവിരുദ്ധമെന്നും അക്രമാസക്തമെന്നും വിദ്യാർത്ഥി മുന്നേറ്റത്തെ മുദ്രകുത്തുന്ന ജോ ബൈഡനും അമേരിക്കൻ ഗവൺമെന്റും വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള ഇസ്രായേൽ അനുകൂലികളുടെ അക്രമങ്ങളെ നിശബ്ദരായി പിന്തുണക്കുന്നു. സമ്പൂർണ്ണ വംശഹത്യക്ക് തയ്യാറെടുക്കുന്ന ഇസ്രായേലിനുള്ള ആയുധ വിതരണം വർദ്ധിപ്പിച്ച ജോ ബൈഡൻ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥി മുന്നേറ്റം ഇസ്രായേൽ അനുകൂല നിലപാടിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ലെന്ന് തറപ്പിച്ചു പറയുന്നു. അതേസമയം പോലീസിനും ഇസ്രായേൽ അനുകൂലികൾക്കും യൂണിവേഴ്സിറ്റി നടപടികൾക്കും തങ്ങളുടെ ആത്മവീര്യം കെടുത്താനാവില്ലെന്നും വംശഹത്യയെ പിന്തുണക്കുന്ന നയങ്ങളിൽ നിന്നും യൂണിവേഴ്സിറ്റികൾ പിന്മാറും വരെ, ഗാസയിൽ വെടിനിർത്തലുണ്ടാകും വരെ, പലസ്തീൻ സ്വതന്ത്രമാകും വരെ സമരം തുടരുമെന്ന് സമരമുഖങ്ങളിൽ അടിയുറച്ചു നിൽക്കുകയാണ് അമേരിക്കൻ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ. അവരോടൊപ്പം ലണ്ടനിലും ഓസ്ട്രേലിയയിലും ഇറ്റലിയിലും യമനിലും ഉൾപ്പെടെ നീതിയിലും മനുഷ്യാവകാശങ്ങളിലും വിശ്വസിക്കുന്ന ലോകമെങ്ങുമുള്ള വിദ്യാർത്ഥികൾ പലസ്തീന്റെ നീതിക്കായി ഫ്രീ പലസ്തീൻ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടിരിക്കുന്നു. കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പോലീസ് അടിച്ചമർത്താൻ ശ്രമിച്ച വിദ്യാർത്ഥി സമരം അന്താരാഷ്ട്ര വിദ്യാർത്ഥി മുന്നേറ്റമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വംശഹത്യയുടെ 200 ദിവസങ്ങൾ പിന്നിട്ട പലസ്തീനിലെ മനുഷ്യർ റഫയിലെ അഭയാർത്ഥി ക്യാമ്പിലെ ടെന്റുകൾക്കുമേൽ പച്ചമഷി കൊണ്ടെഴുതി, ഗാസയെ പിന്തുണച്ച വിദ്യാർത്ഥികൾക്ക് നന്ദി, നിങ്ങളുടെ സന്ദേശം എത്തിച്ചേർന്നിരിക്കുന്നു. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് നന്ദി.